ഹായ് മൈ നെയിം ഈസ് അക്കി മുഹമ്മദ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രോഡ് ക്യാമ്പിലെ 4th വീക്കിലെ കാര്യങ്ങളാണ്. 4th വീക്കിൽ എന്തൊക്കെയാണ് ടെക്നിക്കൽ ടാസ്ക് ആയിട്ട് വരുന്നതും അതുപോലെ മറ്റ് ടാസ്കുകൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. 4th വീക്കിൽ ബ്രോഡ് ക്യാമ്പിൽ മേൺ സ്റ്റാക്ക് ചൂസ് ചെയ്തവർക്ക് നോഡ് ജെഎസും അതിൻ്റെ ഫ്രെയിം വർക്കായ എക്സ്പ്രസ് ജെഎസും ആണ് കവർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടോടൈപ്പിന് തന്നെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് വെബ് ഡിസൈനിങ്ങിൻ്റെ. അപ്പോൾ ആ വീഡിയോ വാച്ച് ചെയ്യുക. പിന്നെ അതിന് പുറമെ കോഡ് എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ആ യൂട്യൂബ് ചാനൽ കണ്ടാലും നിങ്ങൾക്ക് ഈ നോഡിൻ്റെയും എക്സ്പ്രസിൻ്റെയും ബേസിക് കവർ ചെയ്യാൻ പറ്റും. ഈ കോഡ് എവല്യൂഷൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ കുറച്ചുകൂടി ഡെപ്തിൽ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ പ്ലേലിസ്റ്റ് നിങ്ങൾ സജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡെപ്തിൽ നോഡിൻ്റെ കാര്യങ്ങൾ, നോഡിൻ്റെ ഇവൻറ്റ് ലൂപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇവൻറ്റ് ലൂപ്പ്, HTTP മെത്തേഡ്സ്, അതുപോലെ NPM മൊഡ്യൂൾസ്, സെഷൻസ്, കുക്കീസ്, ഇതുപോലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത്. ബാക്കിയുള്ള കവർ ചെയ്യേണ്ട ടോപ്പിക്കുകളൊക്കെ ഞാൻ ഡോക്യുമെൻറ്റിൻ്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ടെക്നിക്കൽ ടാസ്ക് എന്ന് പറയുന്നത് ഒരു ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യുന്നേരം യൂസർ അടുത്തുനിന്ന് യൂസർ നെയിമും പാസ്വേഡുമായിട്ട് അത് അതൊക്കെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം. അതുപോലെ സെഷൻസ്, കുക്കീസും ഒക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു ലോഗിൻ പേജാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ടെക്നിക്കൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പ്രോട്ടോടൈപ്പിൽ തന്നെ ഒരു സ്റ്റുഡൻസ് ക്രിയേറ്റ് ചെയ്തൊരു ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ കിട്ടും, എങ്ങനെയാണ് ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്നിട്ട് അത് നോക്കിയിട്ട് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ലോജിക്ക് വെച്ച് ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നോഡ് ജെഎസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല. ആ വീഡിയോസിൻ്റെ ലിങ്കും ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത വീക്കിൽ മോംഗോഡിബി ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.